സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇനി ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം, ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ജപിക്കരുത്. അങ്ങനെ ജപിക്കുന്നത് മഹാപാപമാണ് എന്ന വിധത്തിലാണ് അദ്ദേഹം ഇതിനിടയിൽ ഒരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്കൊരാൾ അയച്ചു തന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ ജപിക്കുന്നതിൽ എന്താ തെറ്റ്? അത് മഹാപാപമായിട്ടാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? യഥാർത്ഥത്തിൽ നമ്മുടെ പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയിലൂടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? നിനക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ, ഇഷ്ടമുള്ള രൂപത്തിൽ, ഇഷ്ടമുള്ള തരത്തിൽ, ഇഷ്ടമുള്ള മന്ത്രത്തിലോ ഏത് തരത്തിലോ എങ്ങനെ വേണമെങ്കിലോ നിനക്ക് നിൻ്റെ ദേവതയെ പൂജിക്കാം, ഒരു തെറ്റുമില്ല. നീ എങ്ങനെ പൂജിച്ചാലും, നീ എങ്ങനെ ആരാധിച്ചാലും അതെല്ലാം എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്, അതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ സനാതനധർമ്മ വിശ്വാസികളായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്യുക? ഇത്രയും കാലം ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയോ എന്നൊരു സംശയം വരില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അമ്മേ നാരായണ ചിന്തിക്കുന്നതെന്നറിയോ? അമ്മ എന്ന് പറയുന്നത് ആരാ? സ്ത്രീയാണ്. നാരായണൻ എന്ന് പറയുന്നത് ആരാ? പുരുഷനാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെയാണോ ഇത് ഉദ്ദേശിക്കുന്നത്? അമ്മേ നാരായണ എന്നാണ് പറയുന്നത്. അപ്പോൾ നാരായണൻ എന്ന് പറയുന്നത് ആരാ? മഹാവിഷ്ണു അല്ലോ. അപ്പോൾ അമ്മേ മഹാവിഷ്ണു എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലും ചില ആൾക്കാർ ചിന്തിക്കും. അല്ലെങ്കിൽ അമ്മയും നാരായണനും ഒന്നിച്ചാണോ എന്നും കൂടി ചിലപ്പോൾ ചിന്തിക്കും. അങ്ങനെയല്ല. ആ ഒരു ധാരണയെ നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം എന്ന് വെച്ചാൽ എന്താണ്? അത് അമ്മയാണ്. അമ്മ എന്ന ഭാവത്തിനോളം വരില്ല അച്ഛൻ എന്ന വാക്കായാലും, സഹോദരനായാലും, സഹോദരിയായാലും, മറ്റൊന്നും ഈശ്വരൻ പോലും വരില്ല എന്നർത്ഥം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? ജനിച്ചു വീഴുന്നത് വരെ ഈ അമ്മ ഈ കുട്ടിയെ ഗർഭപാത്രത്തിൽ ചുമന്നിട്ടാണുള്ളത്. ആ ഗർഭപാത്രത്തിൽ വെച്ച് ആ കുട്ടിയുടെ തൊഴിയും അതുപോലെ ചവിട്ടും ഇതൊക്കെ ഇടിയൊക്കെ കൊണ്ടിട്ടാണ് ആ അമ്മ വേദന സഹിച്ചാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ കുട്ടി വയറ്റിൽ കിടക്കുന്ന സമയത്താണ് ഈ അമ്മ ഭക്ഷണം കഴിക്കാതെ ഛർദിലായിട്ട് നടക്കുന്നുണ്ടാവും. കാരണം അമ്മയ്ക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റാതെ തൻ്റെ പൊന്നോമനയെ എങ്ങനെയെങ്കിലും ഈ ഗർഭപാത്രത്തിലൂടെ വളർത്തിക്കൊണ്ടുവരണമെന്ന ചിന്തയോടുകൂടി ആ അമ്മ പല വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു. അതിനുവേണ്ടി ആ അമ്മയുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ കണ്ണിലൊണ്ണയൊഴിച്ച് കാത്തിരിക്കുക ഈ കോമള രൂപം ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിൽ ആ കുട്ടിയെ അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് ഊട്ടി വളർത്തുന്നതും ആ കുട്ടിയെ അറിവിൻ്റെ ലോകത്തേക്ക് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കുകയും ഇതാണ് നിന്റെ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ നിറങ്ങളെ കാണിച്ചു കൊടുത്തും മറ്റതിനെ കാണിച്ചു കൊടുത്തും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഗുരുവായിട്ടും വർത്തിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിക്ക് നന്മയും തിന്മയും പറഞ്ഞു കൊടുത്ത് ശ്രേഷ്ഠമായ ലോകത്ത് കൈപിടിച്ചുയർത്തുന്ന ആ അമ്മയോളം ശ്രേഷ്ഠമായ ഭാവം ഏതാണുള്ളത്? ആ കുട്ടി എന്തൊക്കെ തെറ്റ് ചെയ്താലും, എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞാലും, എന്തിനേറെ അമ്മയുടെ തലയറത്താൽ പോലും ആ അമ്മയ്ക്ക് പരിഭവമില്ലാതാകുന്നത്, ആ അമ്മയ്ക്ക് ക്ഷമിക്കാൻ തോന്നുന്നത് അമ്മയായതുകൊണ്ട് മാത്രമാണ്. അപ്പം അമ്മ എന്ന വാക്കിന് പോലും വളരെയേറെ പവിത്രതയുണ്ട്.
അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അമ്മേ നാരായണ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് അമ്മ എന്നുള്ളത്. എന്ന് വെച്ചാൽ സാക്ഷാൽ ആദി പരാശക്തിയായിട്ടുള്ള ആ ദേവിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സൃഷ്ടിയായിട്ട് നമ്മൾക്ക് അനുഗ്രഹമായി ചൊരിഞ്ഞു തരുന്ന, എല്ലാത്തിനെയും ഭൂമിയിൽ ജന്മമെടുപ്പിക്കുന്നത് രണ്ടേ രണ്ടാ, ഒന്ന് ഈശ്വരനും ഒന്ന് അമ്മയും. ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ആ അമ്മയാണ് ജന്മം കൊടുക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്ന പദത്തിന് അത്രയേറെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ശ്രേഷ്ഠതയോടുകൂടി ഭവ്യതയോട് കൂടിയിട്ട് നമ്മൾ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് തൊഴുന്നത്. അപ്പോൾ ആ അമ്മേ എന്ന് പറയുമ്പോൾ അമ്മേ നാരായണ എന്നാണ് പറയുന്നത്. അപ്പോൾ നാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ജലം എന്നിവിടെ പറയും. നാരായണ എന്ന് പറയുമ്പോൾ ആ നാരം എന്ന് പറഞ്ഞാൽ ജലം എന്നൊരർത്ഥമുണ്ട്. അയനം എന്ന് പറഞ്ഞാൽ വസിക്കുന്ന സ്ഥലം, ജലത്തിൽ വസിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട് നാരത്തിന് ജ്ഞാനം എന്ന അർത്ഥമുണ്ട്, മുക്തി എന്ന അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ മുക്തിയിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ അറിവിൽ വസിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജലം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരമാവട്ടെ, പ്രപഞ്ചമാകട്ടെ, പ്രകൃതിയാവട്ടെ, അതിലെല്ലാം ജലത്തിൻ്റെ വളരെയേറെ സാന്നിധ്യമുണ്ട്. ജലാംശമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുളിർമ നൽകുന്നത്. ഏറ്റവും കൂടുതൽ കുളിർമ നൽകുന്നത് ജലാംശമാണ്. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന ആ ജലത്തിൽ വസിക്കുന്നത് ആരാണോ, ആരാ ഇവിടെ? അമ്മയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇതാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ ശ്രീമാത എന്നാണ് അമ്മയ്ക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യമാണ്, അതിനോളം മികച്ചതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആ അമ്മയെ ഏറ്റവും മികച്ച രൂപത്തിൽ ശ്രീമാത എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശ്രേഷ്ഠയായ അമ്മയെ അമ്മേ നാരായണ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കുളിർമയായി നിലനിൽക്കുന്ന ഒരേ ഒരു വാക്ക്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ് അമ്മ എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും തണുപ്പ്, അല്ലെങ്കിൽ എപ്പോഴും ആശ്വാസമായിട്ട് നമ്മൾ നടന്ന് തളർന്ന് അവശനായി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസമില്ലേ, അതുപോലെ ജീവിതത്തിൽ നമ്മൾ തളർന്ന് അവശനായി വരുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ചിന്തകൾ നമ്മൾക്ക് നാരായമാകും, അല്ലെങ്കിൽ നാരം ആയിട്ടുള്ള അവിടെ വസിക്കുന്നു, ആ നാരത്തിൽ വസിക്കുന്നു, നമ്മുടെ മനസ്സാകുന്ന ജലത്തിൽ വസിക്കുന്ന ആ അമ്മയെയാണ് ഇവിടെ നാരായണ എന്ന് വിളിക്കുന്നത്. അമ്മേ നാരായണ, എൻ്റെ മനസ്സിൽ വസിച്ചാലും. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജലത്തിൽ, എൻ്റെ മനസ്സാകുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സാകുന്ന ജലത്തിൻ്റെ ഉള്ളിൽ വസിച്ച് എനിക്ക് എപ്പോഴും കുളിർമ നൽകിയാലും അമ്മേ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ അമ്മേ നാരായണ, ദേവി നാരായണ എന്നാണ് പറയുന്നത്. ഇവിടെ ദേവി എന്ന് പറയുന്ന സമയത്ത് അവിടെയുണ്ട് ആ വാക്കിന് ഒരർത്ഥം. ദേവി എന്നാൽ രചിക്കുന്നവൾ എന്നാണ്. എന്ന് വെച്ചാൽ നിർമ്മിക്കുന്നവൾ, ഉണ്ടാക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട്. ദേവി എന്ന് പറഞ്ഞാൽ രചിക്കുന്നവൾ, കാരണം ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത് ആരാണോ അതാണ് ദേവി. നേരത്തെ അമ്മയെന്ന് പറഞ്ഞു, അതും എല്ലാത്തിൻ്റെ സൃഷ്ടിയാണ്. ഇവിടെ ദേവി എന്ന് പറയുന്നതും അതുപോലെ തന്നെ. അപ്പോൾ എല്ലാത്തിൻ്റെയും രചിക്കുന്നവളായ ആ നാരായണ, നാരായണ എന്ന് പറഞ്ഞാൽ പിന്നെയും അത് എവിടെയുള്ളത്? എല്ലാം രചിക്കുന്ന ആളാണ് എൻ്റെ അമ്മ എന്ന ചിന്തയോടുകൂടി എനിക്കുള്ള സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാക്കി സർവ്വ ഐശ്വര്യങ്ങളും രചിക്കേണ്ടവളാണ് എൻ്റെ അമ്മ. അതാണ് ദേവി നാരായണ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം, ദുരിതങ്ങൾ ഇല്ലാതെയാക്കണം, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം, നമ്മുടെ ജോലി സ്ഥലത്ത് സന്തോഷം ഉണ്ടാവണം. ഇതെല്ലാം ആരുണ്ടാക്കി തരണം? ആ അമ്മയുണ്ടാക്കി തരണം. ദേവി എന്ന് പറഞ്ഞാൽ രചിക്കുന്നവൾ. അതുപോലെ ദേവി എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നും അർത്ഥമുള്ളത് കൊണ്ട് ആ ജ്ഞാനം എല്ലാ സ്ഥലത്തും ഉണ്ടാകണം. അറിവ്, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവ്, ശ്രേഷ്ഠതയെ തിരിച്ചറിയാനുള്ള അറിവ്, ആ അറിവ് നമ്മുടെ മനധാരിലുണ്ടാകണം. അപ്പോൾ നമ്മൾ പറയാറില്ല ചിദഗ്നികുണ്ട സംഭൂത. ചിദഗ്നി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലാണ് ആ അമ്മയെ വിളിക്കുന്നത്. ചിദഗ്നികുണ്ട സംഭൂത എന്ന് വിളിക്കാറില്ലേ? അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ അമ്മയുള്ളത്. അപ്പോൾ അവിടെ നമ്മൾക്ക് അറിവുണ്ടാക്കി തരുന്നവളാണ് ഈ അമ്മ.
അറിവുണ്ടാക്കാൻ വേണ്ടി അവിടെ വസിക്കുന്നു. എവിടെ? ഈ ജലത്തിൽ, മനസ്സാകുന്ന ജലത്തിൽ വസിക്കുന്നവളാണ് അമ്മ. നമ്മുടെ ശരീരത്തിൻ്റെ മുക്കാഭാഗവും ജലമാ. അത് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ തൊലി കാണുന്നു, നമ്മൾക്ക് എല്ല് ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു, രോമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് ജലമാണ്. അപ്പോൾ ഈ ശരീരത്തിൽ വസിക്കുകയാണ് ആ അമ്മ ചെയ്യുന്നത്. മനസ്സിലായോ? നാരായം എന്ന് പറഞ്ഞില്ല, നാരായണ എന്നുവെച്ചാൽ ജലത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ ഇത് ഈ ജലമാണ്, ശരീരമാകുന്ന ജലത്തിൽ വസിച്ചും കൊണ്ട് നമ്മൾക്ക് അറിവ് പകർന്നു തരുന്നു. ഈ ശരീരമാകുന്ന ജലത്തിൽ വസിച്ചും കൊണ്ട് നമുക്ക് ശ്രേഷ്ഠതയായിട്ടുള്ള ആ അമ്മ എല്ലാം പകർന്നു തരുന്നു എന്ന് ഇവിടെ മനസ്സിലാക്കണം. ഇനി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന വാക്കുകൂടി ഉണ്ട്. എന്താണ് ഇതിൻ്റെ? ഇവിടെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഐശ്വര്യം എന്നാണ്, സമ്പത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിൽ വസിച്ചും കൊണ്ട് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൾ എന്തു വേണം? അറിവ് ആദ്യമുണ്ട്. ഏതാണ്? ദേവി നാരായണ എന്ന് പറയുമ്പോൾ നമുക്ക് അറിവുണ്ടായി കഴിഞ്ഞു. ഈ അറിവ് കൊണ്ട് നമ്മൾ എന്ത് നേടണം? അറിവ് കൊണ്ട് നമ്മൾ നേടേണ്ടത് സാക്ഷാൽ ഐശ്വര്യമാണ്. അറിവ് കൊണ്ട് ഐശ്വര്യം നേടണം, സമ്പത്ത് നേടണം. സമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കൂട്ടുകെട്ട് സമ്പത്താണ്, പണം മാത്രമല്ല. നല്ല കൂട്ടുകെട്ട്, നല്ല നല്ല ആൾക്കാരായിട്ട് ഇടപഴകൽ, അത് ഏറ്റവും വലിയ സമ്പത്താണ്. അറിവും സമ്പത്ത് തന്നെയാണ്. വിദ്യാധനം സർവധനാൽ പ്രാധാന്യമെന്നാണ് പറയുന്നത്. സർവധനത്തിനേക്കാളും പ്രാധാന്യമുള്ളത്. അപ്പോൾ അറിവ് നമുക്ക് നേടാൻ പറ്റണം, അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് വേണം? ആ ലക്ഷ്മി ദേവി നമ്മുടെ ഉള്ളിൽ വസിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ ശരീരമാകുന്ന ജലത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന ജലത്തിനുള്ളിൽ വസിച്ചും കൊണ്ട് നമുക്ക് കുളിർമ നൽകിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാക്കിത്തരാൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അമ്മയെ സ്തുതിക്കുന്നു. അമ്മേ, എൻ്റെ ശരീരത്തിൽ വന്നിരുന്നു കൊണ്ട്, എൻ്റെ മനസ്സിൽ വന്നിരുന്നു കൊണ്ട് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരണേ. അതാണ് ലക്ഷ്മി നാരായണ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭദ്രേ നാരായണ. നേരത്തെ പറഞ്ഞു ഭദ്ര എന്ന് പറഞ്ഞാൽ ഭദ്രമായിട്ടുള്ളത് എന്ന് മാത്രമല്ല, പ്രസരം, ജ്വലിക്കുന്നത് എന്നും കൂടി അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഈ അറിവും സമ്പാദ്യവും എല്ലാം കൊണ്ട് ആ സമൂഹത്തിൽ മുഴുവൻ തന്നെ ജ്വലിച്ച് നിൽക്കാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ തിളങ്ങിക്കൊണ്ട് പ്രസരിപ്പിച്ചും കൊണ്ട് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്കെല്ലാം ആശ്വാസമാകുന്ന രീതിയിൽ, സന്തോഷമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ആ അമ്മ ഭദ്രയായിട്ട് എൻ്റെ ഉള്ളിലും കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വെറുതെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നങ്ങ് ജപിച്ച് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരിക. അപ്പോൾ അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലായി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമ്മയാണ്. ആ അമ്മയില്ലാത്തത് ഒന്നുമില്ല ഈ ഭൂമിയിൽ. ആ അമ്മ എൻ്റെ ഉള്ളിൽ എന്തായിട്ടുണ്ടാവണം? അറിവായിട്ട് നിലനിൽക്കണം, ഐശ്വര്യമായി നിലനിൽക്കണം. ഈ അറിവും ഐശ്വര്യവും നിലനിൽക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിപ്പിക്കാൻ, പ്രസരിപ്പിക്കാൻ തയ്യാറാകണം. ഈ എല്ലാ ഭാവത്തോടും കൂടിയിട്ട് നിലനിൽക്കുന്ന ആ പരാശക്തിയായിട്ടുള്ള ആ മാതാവ് ജഗദംബ, സിംഹാരൂഢയായിട്ടുള്ള ജഗദംബ എൻ്റെ ഉള്ളിൽ കഴിയണം. എൻ്റെ ഉള്ളിൽ കഴിഞ്ഞും കൊണ്ട്, എല്ലാ സമയത്തും കഴിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെതായ ആ ശ്രേഷ്ഠത എല്ലാവരിലേക്കും എത്തിക്കാൻ, പ്രസരിപ്പിക്കാൻ ആ ഭദ്ര എന്ന നാമം നമ്മൾ ഉച്ചരിക്കണം. അപ്പോൾ ആ നാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും. അപ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന നാമം ഊണിലും ഉറക്കത്തിലും കിടപ്പിലും നടപ്പിലും ഇരിപ്പിലും എല്ലാ സമയത്തും നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ജപിക്കുമ്പോൾ ഈ ചിന്ത വേണം. ആ ജപിക്കുന്ന ആൾക്ക് എന്താണ് ഗുണമെന്നല്ല, അങ്ങനെ ജപിക്കുന്ന ആൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവൂ. ആരും നമ്മളെ വെറുക്കില്ല, എല്ലാവരും നമ്മളെ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ. നിങ്ങളെന്ത് വേണമെന്നറിയുക? ഈ ശ്രേഷ്ഠമായ സന്ദേശം പരമാവധി സജ്ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.